നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ സന്ധ്യ ഡോക്ടറുടെ കൂടെ എവിടെ പോയാലും സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാ വീട്ടിലെത്താൻ താമസിക്കും, നമുക്ക് പോവാന്ന്. അപ്പോ എന്നെ അവിടെ പിടിച്ചിരുത്തി സംസാരിച്ചോണ്ടേയിരുന്നു. ഇപ്പൊ സമയം എത്രയായി നോക്കിയേ. അതെ, ഇപ്പൊ സമയം 8:40. രാവിലെ പോയിട്ട് താൻ ഇപ്പോഴാണ് വരുന്നത്. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടെ ഓരോന്ന് പറയണമെന്നില്ല. എനിക്കതിലെ ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ ഇത് പറഞ്ഞതേ മറ്റൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് ഓരോ നമ്പര് ഇറക്കിക്കൊണ്ടേയിരിക്കും. അതാ. അല്ല, എന്താ തന്റെ അന്വേഷണമൊക്കെ? താനിപ്പോ വലിയ രഹസ്യം തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണല്ലോ. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ? അത് നേരത്തെ മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഫോൺ വിളിച്ചു പോലും ശല്യപ്പെടുത്താതിരുന്നത്. സച്ചേട്ടാ, ഇതൊക്കെ സച്ചേട്ടനോട് ആരാ പറഞ്ഞു? ഇതൊക്കെ ഇനി ആരെങ്കിലും പറയണോ? ചുമ്മാ കോമൺ സെൻസ് പോരെ? ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണം സച്ചേട്ടാ. അത് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ സച്ചേട്ടാ, ഞാനിങ്ങനെ താമസിച്ചു വരുന്നോണ്ട് സച്ചേട്ടന് വിഷമം വല്ലതുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ഒന്നുമില്ല. 6 മണിക്ക് മുമ്പ് പെൺകുട്ടികൾ വീട്ടിൽ കയറിക്കോണോന്ന് ചിന്തിക്കുന്ന മൂരാച്ചി ഭർത്താവൊന്നുമല്ല ഞാൻ. ഞാൻ മാത്രമല്ല, ഇവിടെ ആരും അങ്ങനല്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ താൻ കാരണം ആരുടെ മനസ്സമാധാനം പോകരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇല്ല സച്ചേട്ടാ, ഞാൻ കാരണം ആരും വിഷമിക്കേണ്ടി വരില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കുകയില്ല. പകരം ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മതി. താൻ പുറത്തൊക്കെ എപ്പോഴും ഇങ്ങനെ പോകുന്ന തന്നെയാ നല്ലത്. ഇവിടെ തന്നെ ഇരിക്കുമ്പോഴാ മനസ്സ് വിഷമിക്കുന്നത്. അച്ഛന്റെ പിണക്കമൊക്കെ മാറുന്നതുവരെ താൻ തന്റേതായ തിരക്കുകളിൽ ആവുന്ന തന്നെ നല്ലത്. എങ്കിൽ നാളെയും കൂടി ഞാനൊന്ന് പുറത്തു പോകും കേട്ടോ. പോകുന്ന കാര്യം നടക്കുകയാണെങ്കിൽ വലിയൊരു സർപ്രൈസ് തരുന്നുണ്ട് ഞാൻ സച്ചേട്ടന്. സച്ചേട്ടന് മാത്രമല്ല, എല്ലാവർക്കും. സർപ്രൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. ഇനിയിപ്പോ അധികം സമയമില്ലല്ലോ, അതുവരെ ഒന്ന് ക്ഷമിക്കുക. ഓ, ആയിക്കോട്ടെ. അവന്തിക ഇതുവരെ ഉണർന്നില്ലേ? അങ്കിൾ, അങ്കിൾ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചായിരുന്നു. അച്ഛാ, സമയം കിട്ടുമ്പോ ഒന്ന് ഓഫീസ് വരെ വരണം. അവിടെ എന്താ വിശേഷം? തുടങ്ങാൻ പോകുന്ന ഗാർമെന്റ്സ് ഫാക്ടറിയുടെ സ്കെച്ചും പ്ലാനൊക്കെ ആയിട്ടുണ്ട്. അച്ഛൻ കൂടി ഒന്ന് കണ്ട. സൗകര്യം പോലെ ഞാൻ വരാം. ശരി അച്ഛാ.
എഴുന്നേറ്റ് വാ. വാ, എഴുന്നേക്ക്. എഴുന്നേക്കെടുത്തി. എന്താ മോളെ? ചേച്ചി ഇതാരാ ഇവിടെ കൊണ്ടുവന്നിട്ടത്? ഇതൊന്നും പുറത്തോടിട്ടതാണല്ലോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആരാ വാങ്ങുന്നേ? കാലെടുത്ത് വെച്ച അപ്പ വഴുതി വീഴും. ഹോ, ഇവിടെ ഒരു ഗർഭിണി ഉള്ളതല്ലേ, അപ്പൊ ഇതുപോലെ ഉള്ളതൊന്നും വീടിനകത്ത് കൊണ്ടിടരുത്. ശ്ശോ, ഇത്രയും ബുദ്ധിയില്ലാത്തത് ആരാണാവോ? ശ്ശോ, ഇത് വാങ്ങിയത് ഞാനാ. അയ്യോ ആണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നല്ല ഇടി കിട്ടിയോ അവന്തികയ്ക്ക്? ഇപ്പൊ കുഴപ്പമില്ല. ആ, ഒന്ന് നടന്നു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ, അയ്യോ, അയ്യോ. ആ, അസ്ഥാനത്ത് എവിടെയോ ഇടി ഇട്ടിട്ടുണ്ട്. മോളെ, നീ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കും. ഇല്ലേ കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് നിവർന്നു നിൽക്കാൻ പോലും പറ്റാതെ വരും. അതെ അതെ. ശ്ശോ, വല്ലാത്ത കഷ്ടായിപ്പോയി. എടുത്തി വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. സ്നേഹമോളെ നീ കുടിച്ചല്ലേ? വേണ്ട, ഞാൻ പോവാം. ആ, ആരേലും പോ. വാ. നമുക്ക് ഈ വണ്ടി തന്നെ പോകാം ഡോക്ടർ. നമ്മുടെ സഹായത്തിന് ഞാൻ ഇതിന്റെ ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്ദേനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരാളെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഹരിയും നാളെയും അയാളുടെ വീട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. എന്തായാലും ഒരു നേരമെങ്കിലും അയാൾ പുറത്തേക്ക് ഇറങ്ങല്ലോ. ആ ഗ്യാപ്പിൽ അവിടെ കയറാൻ പറ്റുമെന്നും നന്ദേണ്ണൻ അവിടെ ഉണ്ടോയെന്നും അറിയണം. ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ രക്ഷിക്കണം എനിക്ക്. ഇനിയും നിന്ന് താമസിക്കണ്ട, നമുക്ക് വേഗം പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.